ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ഉദ്യോഗസ്ഥ തലത്തിൽ മാറ്റമുണ്ടാകും. ഇതുവരെ ഭരിച്ച മുന്നണിയല്ല മറ്റൊരു മുന്നണിയാണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ഒരു ഇളക്കി പ്രതിഷ്ഠ തന്നെ നടക്കും. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ മാറ്റം തുടങ്ങി, ഇതുവരെ പൂർത്തിയായിട്ടില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ മാറ്റിയവരിൽ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ കൂടിയുണ്ട്. ഡോക്ടർ ദിവ്യ എസ് അയ്യർ. അവർ വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആണ്. വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥയാണ്. UDF നേതാക്കൾക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് അങ്ങനെ മാറ്റി നിർത്തേണ്ട ആളല്ല ഡോക്ടർ ദിവ്യ എസ് അയ്യർ. G. കാർത്തികേയൻ്റെ മകൻ്റെ ഭാര്യയാണ്, ശബരിനാഥൻ്റെ ഭാര്യയാണ്. ശബരിനാഥൻ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളിൽ, യുവ നേതാക്കളിൽ പെട്ട ഒരാളാണ് എന്നുകൂടി ഓർക്കണം. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥയെ എന്തിന് വിഴിഞ്ഞം പോർട്ടിൻ്റെ MD സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നതാണ്. സ്വാഭാവികമായ ഒരു മാറ്റമാണ് എന്നൊക്കെയാണ് അന്ന് കരുതിയത്. അതോടൊപ്പം LDF സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലത്ത് LDF നേതാക്കളുമായും മന്ത്രിമാരുമായും മുഖ്യമന്ത്രിയുമായും ഒക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന ഉദ്യോഗസ്ഥ കൂടിയായിരുന്നു. അത് കോൺഗ്രസ് നേതാക്കളിൽ ഒരു നീരസമുണ്ടാക്കിയിരുന്നു. അവരുടെ ചില പ്രസ്താവനകളൊക്കെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പ്രവർത്തകരൊക്കെ സൈബർ ആക്രമണമൊക്കെ നടത്തിയിരുന്നു ഡോക്ടർ ദിവ്യ എസ് അയ്യർക്കെതിരെ. അതൊന്നും പരിഗണിക്കാതെ സ്വന്തം ചുമതല നിർവഹിച്ച് ശരിയായ വിധത്തിൽ നിർവഹിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ദിവ്യ എസ് അയ്യർ. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥയെ എന്തിനെ മാറ്റി എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നതാണ്. ഇന്നിതാ അതിൻ്റെ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. ദിവ്യ എസ് അയ്യർ അദാനി ഗ്രൂപ്പിൻ്റെ ചില ഇടപെടലുകളെ, കരാർ വിരുദ്ധമായ നീക്കങ്ങളെ എതിർത്തിരുന്നു. ഡോക്ടർ ദിവ്യ എസ് അയ്യർ അദാനി ഗ്രൂപ്പിൻ്റെ ചില ഇടപെടലുകളെ അന്ന് തന്നെ എതിർത്തിരുന്നു, നിയമവിരുദ്ധമായ ചില നീക്കങ്ങളെ. അന്ന് മുതലേ അദാനി ഗ്രൂപ്പിൻ്റെ കണ്ണിലെ കരടാണ് ദിവ്യ എസ് അയ്യർ. മാറ്റണമെന്ന് ദിവ്യ എസ് അയ്യരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം, ഞങ്ങൾക്ക് സുഗമമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടിരുന്നു അദാനി ഗ്രൂപ്പ്. ഓർക്കണം, അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു മറുപടിയുണ്ട് അദാനി ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരോട്: നിങ്ങൾ പോർട്ടിൻ്റെ കാര്യം നോക്കൂ, ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന്. നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കൂ, ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതിൽ ഇടപെടേണ്ട എന്ന്. ആരുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത്? അദാനിയുടെ മുഖത്ത് നോക്കി. UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വരെ, LDF സർക്കാരിൻ്റെ അവസാന കാലം വരെ ദിവ്യ എസ് അയ്യർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ കാലത്താണ് അഭൂതപൂർവമായ പുരോഗതി വിഴിഞ്ഞം തുറമുഖത്തിന് ഉണ്ടായത് എന്നുകൂടി ഓർക്കണം. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥയാണ് UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ രായ്ക്കരാമാനം സ്ഥലം മാറ്റുന്നത്. എന്തായിരുന്നു ഉദ്ദേശം? നിയമവിരുദ്ധമായ ചില ഇടപെടലുകൾ, ചില കാര്യങ്ങൾ അദാനി ഗ്രൂപ്പിന് ചെയ്യാനുണ്ട്. അതിന് ദിവ്യ എസ് അയ്യർ തടസ്സം നിൽക്കും. അതുകൊണ്ട് ആദ്യത്തെ കരാർ, VD സതീശനുമായി അദാനി ഉണ്ടാക്കിയ ആദ്യത്തെ ഡീൽ, അത് ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD സ്ഥാനത്ത് നിന്ന്, കമ്പനിയുടെ MD സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നായിരുന്നു. അത് നടപ്പാക്കി കൊടുത്തു. തൊട്ടു പിന്നാലെയാണ് ഓഹരി കൈമാറ്റം നടക്കുന്നത്. അതിനു മുമ്പ് ശ്രമിച്ചിരുന്നു ഓഹരി കൈമാറ്റത്തിന്, പക്ഷേ ദിവ്യ എസ് അയ്യർ അനുവദിച്ചില്ല. അന്നത്തെ സർക്കാർ ദിവ്യ എസ് അയ്യർക്ക് പൂർണ്ണ പിന്തുണ നൽകി അദാനിയുടെ നിയമവിരുദ്ധ പ്രവർത്തനത്തെ ചെറുത്തിരുന്നു. അദാനിയെ, അല്ലെങ്കിൽ അദാനിയുടെ ഈ നീക്കങ്ങളെ ചെറുക്കാൻ ദിവ്യ എസ് അയ്യർക്ക് കരുത്ത് നൽകിയത് സർക്കാരായിരുന്നു, LDF സർക്കാരായിരുന്നു. LDF സർക്കാർ പോയി നേരത്തെ ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് ആദ്യത്തെ സ്ഥലം മാറ്റത്തിൽ തന്നെ ദിവ്യ എസ് അയ്യരെ സ്ഥലം മാറ്റുന്ന കാഴ്ച നാം കണ്ടു. രണ്ടാമത്തെ കാര്യമാണ്, തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി കൈവശം വെച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്തരമൊരു സംഭവം നടക്കുന്നത് എന്നോർക്കണം. എന്ന് വെച്ചാൽ കളികൾ നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ചതാണ്. മംഗലാപുരത്ത് വെച്ച് അദാനിയുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ടത്. എന്തിനേറെ പറയുന്നു, ബജറ്റ് പോലും തയ്യാറാക്കിയത് അദാനിയുടെ നിർദ്ദേശപ്രകാരമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മിഷൻ സമുദ്രയൊക്കെ വന്നത് അതുകൊണ്ടാകാനാണ് സാധ്യത. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ദുരൂഹമാണ് ഇടപാടുകൾ. ചിലതൊക്കെ ചീഞ്ഞ് നാറുന്നുണ്ട് അന്തഃപുരത്തിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. മുഖ്യമന്ത്രിക്ക് അറിയുന്ന കാര്യങ്ങളാണ്. മന്ത്രിമാരെല്ലാം ഇരുട്ടിൽ തപ്പുകയാണ്.
മന്ത്രിമാർക്ക് എന്താണ് നടക്കുന്നത് എന്ന് പോലും മനസ്സിലാകുന്നില്ല. BJPയുമായി അദാനിയുമായി പ്രത്യക്ഷത്തിൽ തന്നെ ഡീലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ 1.5 മാസം കേരളത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ. ഏറ്റവും ഒടുവിൽ കേരള സർവകലാശാലയിലേക്ക് സിൻഡിക്കേറ്റ് മെമ്പർമാരെ നോമിനേറ്റ് ചെയ്തത് മന്ത്രി അറിഞ്ഞില്ല. മന്ത്രിയുടെ കയ്യിൽ പേപ്പർ എത്തിയിട്ടുണ്ട്, ആളുടെ പേരുകൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു തീരുമാനവും മന്ത്രി എടുത്തിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി B. അശോക് ആരൊക്കെയാണ് സിൻഡിക്കേറ്റ് മെമ്പർമാർ എന്ന് പ്രഖ്യാപിക്കുന്നു, തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നു. ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഓഹരി കൈമാറ്റം അത് അദാനിയുടെ ദീർഘകാല സ്വപ്നമായിരുന്നു. LDF സർക്കാർ അതിനെ എതിർത്തിരുന്നു. അവിടെയാണ് UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ ദിവ്യ S. അയ്യരെ മാറ്റി അദാനിയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കി കൊടുത്തത് UDF സർക്കാർ, മുഖ്യമന്ത്രി VD സതീശൻ, തുറമുഖ വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള VD സതീശൻ.